ഹലോ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാർട്ട് നോക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻ. ഓൾറെഡി നമ്മൾ +2 പഠിച്ചിട്ടുള്ള ടോപ്പിക്കാണ്, എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫങ്ഷൻ? ഓക്കെ, ലെറ്റ് എഫ് ബി ഡിഫൈൻഡ് ഓൺ ആൻ ഇൻ്റർവെൽ. എഫ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർവെല്ലിൽ ഡിഫൈൻഡ് ആണ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷൻ ആണ്, നമുക്കറിയാമല്ലോ. സ്മോൾ ലെറ്റർ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഒരു ഇൻ്റർവെല്ലിൽ ഡിഫൈൻഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിപ്പോൾ ഏതെങ്കിലും ഇൻ്റർവെൽ ആയിക്കോട്ടെ, ഒരു ഇൻ്റർവെല്ലിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? ഡിഫൈൻഡ് ആണ്. ലെറ്റ് x1 ആൻഡ് x2 ഡിനോട്ട് പോയിന്റ്സ്. x1ഉം x2ഉം രണ്ട് പോയിന്റുകളാണ്. ഇൻ ദാറ്റ് ഇൻ്റർവെൽ, ആ ഇൻ്റർവെല്ലിലുള്ള രണ്ട് പോയിന്റുകളാണ് x1ഉം x2. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ പറഞ്ഞത്? എഫ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ എന്താ? ഒരു ഇൻ്റർവെല്ലിൽ ഡിഫൈൻഡ് ആണ്. ഓക്കെ അല്ലേ? ആ ഇൻ്റർവെല്ലിൽ തന്നെയുള്ള രണ്ട് പോയിന്റുകളാണ് x1ഉം x2. ഞാൻ വേണേ മനസ്സിലാകാൻ വേണ്ടി ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പം നോക്കിയാൽ നമ്മൾ ഇങ്ങനെ എഴുതത്തില്ലേടാ, എഫ് ഫ്രം ആർ ടു ആർ. എഫ് ഫ്രം ആർ ടു ആർ എന്താണ്? റിയൽ നമ്പേഴ്സിൽ നിന്നും റിയൽ നമ്പേഴ്സിലേക്കാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാമല്ലോ, എഫ് ഡിഫൈൻഡ് ഓൺ ആർ ഫംഗ്ഷൻ എന്താണ്? റിയൽ നമ്പേഴ്സിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ എന്താണ് ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നോക്കിയേ, എഫ് ഫ്രം ആർ ടു ആർ, റിയൽ നമ്പേഴ്സിൽ നിന്നും റിയൽ നമ്പേഴ്സിലേക്കാണ് നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ? ഇവിടെ എന്താണ്? ഇതെന്ന് പറയുന്നത് ഡൊമൈൻ. ഒന്നാമത്തെ ആള് ഡൊമൈൻ ആണ്, അറിയാമല്ലോ, ഡൊമൈൻ. രണ്ടാമത്തെ എന്താണ്? കോഡൊമൈൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ ഫംഗ്ഷന്റെ ഡൊമൈനും റിയൽ നമ്പറാണ്, കോഡൊമൈനും റിയൽ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഡിഫൈൻഡ് ഓൺ ആർ എന്ന് എഴുതാം. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിയൽ നമ്പേഴ്സിലാണെന്ന് നമുക്ക് പറയാം. ഡൊമൈനും കോഡൊമൈനും റിയൽ നമ്പർ ആണെങ്കിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിയൽ നമ്പറിലാണെന്ന് നമുക്ക് പറയാം. അതാണ് എഫ് ഡിഫൈൻഡ് ഓൺ ആർ. ഓക്കെ അല്ലേ? വേണമെങ്കിൽ ഇങ്ങനെ പറയാം, നോക്കിയേ, എഫ് ഡിഫൈൻഡ് ഓൺ റിയൽ നമ്പേഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റർവെൽ ആക്കി നമുക്ക് എങ്ങനെ എഴുതാം? -∞ ടു +∞ എന്ന് എഴുതാമല്ലോ. കണ്ടാ, ഒരു ഇന്റർവെൽ രീതിയിൽ ഞാൻ എഴുതിയെന്നുള്ളൂ കേട്ടോ. എഫ് ഡിഫൈൻഡ് ഓൺ -∞ ടു +∞. ഇതെന്താണ്? റിയൽ നമ്പർ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്ത കേസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തന്നു. ഇനി ഇവിടെ x1ഉം x2ഉം രണ്ട് പോയിന്റുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ ഇന്റർവെല്ലിലുള്ള രണ്ട് പോയിന്റുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എടാ, നമുക്ക് ഇതിൽ നിന്ന് എത്ര ഇഷ്ടമുള്ള രണ്ട് പോയിന്റ് എടുക്കാം? മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇപ്പൊ ഞാൻ 3, 5 എന്നെടുത്ത് 3,5 കണ്ടാ. ഇവിടെ നമ്മുടെ x1 എന്ന് പറഞ്ഞാൽ 3 ആണ്, x2 എന്ന് പറയുന്നത് ഇവിടെ 5 ആണ്. ഈ 3ഉം 5ഉം എന്താണ്? ഈ ഇന്റർവെല്ലിലെ രണ്ട് പോയിന്റുകളല്ലേ? -∞ ടു +∞ അല്ലെ? നമ്മുടെ റിയൽ നമ്പേഴ്സ് ആണ്. ആ റിയൽ നമ്പേഴ്സിലെ രണ്ട് റിയൽ നമ്പറുകളല്ല 3ഉം 5ഉം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ 3ഉം 5ഉം അല്ലെങ്കിൽ ഈ x1ഉം x2 എന്താണ്? ഈ ഇന്റർവെല്ലിലെ രണ്ട് പോയിന്റുകളാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇതിപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നും അല്ല, എങ്കിലും എന്താണ്, നിങ്ങൾക്കത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞു തന്നത്. ഓക്കെ, നമുക്കിവിടെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെന്റൻസ് വെച്ച് തുടങ്ങിയത്. നോക്കിയേ, ലെറ്റ് എഫ് ബി ഡിഫൈൻഡ് ഓൺ ആൻ ഇന്റർവെൽ. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്റർവെല്ലിൽ ഡിഫൈൻഡ് ആണ്. എഫ് എന്താണ്? ഒരു ഇന്റർവെല്ലിൽ ഡിഫൈൻഡ് ആണ്. ആൻഡ് x1ഉം x2 എന്താണ്? ആ ഇന്റർവെല്ലിലെ രണ്ട് പോയിന്റുകളാണ്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നോക്കാം. നോക്കിയേ, എഫ് ഈസ് ഇൻക്രീസിങ്. നമ്മുടെ ഫംഗ്ഷൻ എപ്പോഴാണ് ഇൻക്രീസിങ് ആകുന്നത്? നമ്മുടെ ഫംഗ്ഷൻ എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുന്നത്? ഓൺ ദ ഇന്റർവെൽ എപ്പോഴാണ് ഇൻക്രീസ് ചെയ്യുന്നത്? എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 whenever x1 ലെസ് ദാൻ x2. എപ്പോഴാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആകുന്നത്? അല്ലെങ്കിൽ എന്താണ് ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. x1 ലെസ് ദാൻ x2 ആണെങ്കിൽ
ഓക്കെ, x1 x2 എന്താണ്, നമ്മുടെ ഇന്റർവെല്ലിലെ 2 പോയിന്റുകളാണ്. നമ്മൾ ഓൾറെഡി എന്താണ് പറഞ്ഞതാണ്. ഓക്കെ, ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇന്റർവെല്ലിലെ 2 പോയിന്റുകളാണ് x1 x2. ക്ലിയർ അല്ലേ? ഏതെങ്കിലും ഒക്കെ ഇന്റർവെല്ലിലെ 2 പോയിന്റുകളല്ല കേട്ടാ. നമ്മുടെ ഈ എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഡിഫൈൻ ആയിരിക്കുന്ന ഇന്റർവെല്ലിലെ 2 പോയിന്റുകളാണ് x1 x2. ഓക്കെ, അപ്പൊ നമ്മുടെ ഇവിടെ x1 ലെസ് ദാൻ x2 ആണ്. അപ്പൊ അതിൻ്റെ കൂടെ എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2. ഓക്കെ, x1 ലെസ് ദാൻ x2 കൂടെ എന്താണ് എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എഫ് ഈസ് ഇൻക്രീസിങ്. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, ഇൻക്രീസിങ് ആണ്. ഓക്കെ അല്ലേ? എപ്പോഴാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആകുന്നത്, x1 ലെസ് ദാൻ x2 അതിൻ്റെ കൂടെ എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 ആകുമ്പോഴാണ് നമ്മുടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ ആണല്ലോ? ഇനിയിപ്പോൾ ഞാൻ ഗ്രാഫിക്കലായിട്ട് പറഞ്ഞാൽ ഇത് നമ്മുടെ y ആക്സിസ്, ഇത് x ആക്സിസ്. ഓക്കെ അല്ലേ? എക്സ് വൈ. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ത് ചെയ്യാം, വരക്കാം. ഓക്കെ, ജസ്റ്റ് വരക്കുകയാണെങ്കിൽ ഇതെന്താണ്, ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഗ്രാഫിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫംഗ്ഷനിൽ 2 പോയിന്റ് എടുക്കാം. ഓക്കെ, ഇതെന്താണ്, ഒരു പോയിന്റ്, ഇതൊരു പോയിന്റ്, 2 പോയിന്റ് ഞാൻ എടുത്ത് ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ നോക്കിയേ. ഇതിനെ നമുക്ക് x1 എന്ന് എടുക്കാം. ഓക്കെ അല്ലേ? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ എക്സ് വാല്യൂവിനെ നമുക്ക് x2. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ x1 എടുത്ത് x2 എടുത്ത്. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ x1 എന്താണ്, ലെസ് ദാൻ x2 ആണ്. x1 എന്ന് പറയുന്നത് ലെസ് ദാൻ x2 അല്ലേ? ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2ഉം വേണം. അതെന്താണ്, എടാ നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് y അല്ലേ? y കോർഡിനേറ്റ് ആണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാ, ഇങ്ങനെ പഠിച്ചു വെക്കുക. y കോർഡിനേറ്റിനാണ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എക്സ് കോർഡിനേറ്റും ഉണ്ട്, y കോർഡിനേറ്റും ഉണ്ട്. അതിൽ y കോർഡിനേറ്റിനെയാണ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. എക്സിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് y കോർഡിനേറ്റ് ആണ്. ഓക്കെ, അപ്പം ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y വാല്യൂ നോക്കിയേ, ഇവിടെ അല്ലേ വരുന്നത്. ഇതിനെ നമുക്ക് y1 എന്ന് എടുക്കാം. ഓക്കെ, ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് വരും, ഇവിടെ വരും. ഇത് y2 എന്ന് എടുത്ത്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ്, y1 ലെസ് ദാൻ y2 ആണ്. ആണല്ലോ? y1 ഇവിടെയാണ്, y2 ഇവിടെയാണ്. y2നേക്കാൾ y1നേക്കാൾ വലുതാണ് y2. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, y1 ലെസ് ദാൻ y2 ആണല്ലോ? ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് എഴുതി. ഇതവിടെ നിൽക്കട്ടെ. നമ്മൾ എന്ത് ചെയ്ത്, എഫ് ഓഫ് എക്സിനെ വൈ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമുക്ക് എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എന്താണ്, y1. എഫ് ഓഫ് x2 ഇസ് ഈക്വൽ ടു y2. ഓക്കെ ആണല്ലോ? ഇവിടെ y1 ലെസ് ദാൻ y2 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2. നോക്കിയേ, എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടി റിലേറ്റ് ചെയ്ത് പറയാം. x1 ലെസ് ദാൻ x2 ആണെങ്കിൽ എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 ആണ്. ഈ കേസാണ് നമ്മുടെ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ? ഗ്രാഫിക്കലായിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. x1 ലെസ് ദാൻ x2 കൂടെ എന്താണ്, എഫ് ഓഫ് x1 ലെസ് ദാൻ എഫ് ഓഫ് x2 ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഇനി ഇത് മറന്നുവാണെങ്കിൽ എന്താ, ഗ്രാഫിക്കലായിട്ട് നോക്കി എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ രണ്ടും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇനി അടുത്ത ഡിക്രീസിങ് ഫംഗ്ഷൻ നോക്കിയേ. എഫ് ഈസ് ഡിക്രീസിങ്. എപ്പോഴാണ് ഡിക്രീസിങ് ആകുന്നത്, എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2. ഇവിടെ എന്താണ്, എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2 ആണ്. എപ്പോഴാണ്, വെൻ എവർ x1 ലെസ് ദാൻ x2. x1 ലെസ് ദാൻ x2 ആകുന്ന കേസിൽ എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2 ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്, ഡിക്രീസിങ് ആണ്. ഞാനെന്ന് എഴുതാൻ നോക്കിയേ, x1 ലെസ് ദാൻ x2. ഓക്കെ, അത് നോർമലാണ്. x1 എന്ന് പറയുന്നത് ലെസ് ദാൻ x2 ആണ്. ഈ കേസിൽ എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2 ആണെങ്കിൽ ഫംഗ്ഷൻ എന്താണ്,
എഫ് ഈസ് ഡിക്രീസിങ്. ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസിങ് ആണ്. ക്ലിയർ അല്ലേ? ഗ്രാഫിക്കലായിട്ട് ഞാൻ പറഞ്ഞുതരാം. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഓക്കെ, അപ്പൊ ഇനി അത് ഇങ്ങനെയാണ് വരക്കാൻ പോണോ? നോക്കിയേ, എന്താണ്? ഡിക്രീസ് ചെയ്യുവാണ്. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? കുറഞ്ഞു വരുവാണ്, താഴേക്ക് വരുവാണ് അല്ലെ? ഡിക്രീസ് ചെയ്യുക. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് പോയിന്റുകൾ എടുക്കാം. ഇവിടെ ഒരു പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ്. ഓക്കെ, ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന നമ്മുടെ എക്സ് വാല്യൂ എന്താണ്? അല്ലെ ഈ പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് എന്താണ്? അല്ലെങ്കിൽ എക്സ് വാല്യൂ എന്താണ്? x1. അറിയാലോ, എടുക്കുന്ന അറിയാലോ. ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ എക്സ് വാല്യൂ വരുന്നത് x2. ഓക്കെ, അപ്പൊ ഇവിടെ x1, ഇവിടെ x2. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എന്താണ്? x1 ലെസ് ദാൻ x2. x2നേക്കാൾ ചെറുതാണ് x1. നമ്മൾ അങ്ങനെയാണ് എടുക്കുന്നത്. നമ്മൾ ഏത് ഗ്രാഫ് വരച്ചാലും എന്താണ്? x1 ലെസ് ദാൻ x2 എന്നും പറഞ്ഞാണ് എടുക്കേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? y ആണല്ലോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y. y കോർഡിനേറ്റിനാണ് നമ്മൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ x1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മുടെ y കോർഡിനേറ്റ് ഇത് ഇവിടെ വരും അല്ലെ? ഇതിനെ നമുക്ക് y1 എന്ന് എടുക്കാം. ഓക്കെ, ഇനി x2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y കോർഡിനേറ്റ് ഇവിടെ വരും അല്ലെ? ഇതിനെ നമുക്ക് y2 എന്ന് എടുക്കാം. ക്ലിയർ അല്ലേ? ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്? y1 ആണ് വലുത് അല്ലെ? y2 ചെറുതാണ്. കണ്ട, y2 ഇവിടെ കിടക്കുക, അതിന് മുകളിലാണ് y1 കിടക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? y1 ഗ്രേറ്റർ ദാൻ y2. y1 എന്താണ്? y2നേക്കാൾ വലുതാണ്. y1 ഗ്രേറ്റർ ദാൻ y2. ഓക്കെ, ഇനി നമുക്ക് എന്ത് എഴുതാം? എഫ് ഓഫ് x1 ഈക്വൽ ടു y1, എഫ് ഓഫ് x2 ഈക്വൽ ടു y2 ആണല്ലോ. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് പറയാം? y1 ഗ്രേറ്റർ ദാൻ y2 അല്ലേ? അപ്പൊ എന്താണ്? എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടെ റിലേറ്റ് ചെയ്ത് പറയാം. x1 ലെസ് ദാൻ x2ഉം അതിന്റെ കൂടെ എഫ് ഓഫ് x1 ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് x2 ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസിങ് ആണ്. എഫ് ഈസ് ഡിക്രീസിങ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ അടുത്തൊരു ഫംഗ്ഷൻ ആണ് അല്ലെ? നമ്മളിപ്പോൾ ഏതൊക്കെ നോക്കി? ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ നോക്കി. ഇനി ഒരു ഫംഗ്ഷനും കൂടിയുണ്ട്, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ഓക്കെ, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കേട്ടിട്ടുള്ളതാണല്ലോ, നമുക്ക് നോക്കാം. എഫ് ഈസ് കോൺസ്റ്റന്റ്. എപ്പോഴാണ് നമ്മുടെ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആകുന്നത്? എപ്പോഴാണ് കോൺസ്റ്റന്റ് ആകുന്നത്? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. കണ്ട, എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 whenever x1 ലെസ് ദാൻ x2. നമ്മൾ പറഞ്ഞ് ഏത് കേസിലാണെങ്കിലും x1 എന്താണ്? ലെസ് ദാൻ x2 ആണ്. ഓക്കെ ആണല്ലോ? x1 x2നേക്കാൾ ചെറുതാണ് ഏത് കേസിലും. ഇനി ഇവിടെ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണ്. ഞാനെന്ന് എഴുതാം, x1 ലെസ് ദാൻ x2. ഓക്കെ, കൂടെ എന്താണ്? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. എഫ് ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ അല്ലേ? എഫ് ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ ആണല്ലോ? ഗ്രാഫിക്കലായിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം. എക്സ് വൈ. ഓക്കെ, അപ്പം ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വരക്കാൻ നമുക്കറിയാലോ എന്താണെന്ന് നോക്കിയേ. ഇതെന്താണ്? ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ അല്ലേ? അല്ലെ? കോൺസ്റ്റന്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു ഇൻക്രീസിങ്ങോ അവരുടെ ഡിക്രീസിങ്ങോ ഒന്നും വരുന്നില്ല. സെയിം ആയിട്ട് എന്താണ്? പൊക്കോണ്ടിരിക്കുക. ഇവിടെ എന്താണ്? എക്സ് ആക്സിസിന് പാരലായിട്ട് പൊക്കോണ്ടിരിക്കുക നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? ഇവിടെ രണ്ട് പോയിന്റുകൾ എടുക്കാം. ഓക്കെ, നമ്മുടെ ഗ്രാഫിൽ എന്ത് ചെയ്ത്? രണ്ട് പോയിന്റ് എടുത്ത്. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂസ് നോക്കാം. ഓക്കെ, ഈ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എക്സ് വാല്യൂവിനെ നമുക്ക് എന്തെടുക്കും? x1. ഇവിടെ എന്ത് വരും? x2. ഓക്കെ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് എന്താണ് ഇവിടെ? x1 ലെസ് ദാൻ x2. ഓക്കെ, ഇനി നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് y ആണ്. y കോർഡിനേറ്റ് ആണ് എഫ് ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റിന്റെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെയാണ്. ഓക്കെ,
ഈ പോയിന്റിന്റെ y കോർഡിനേറ്റ് എന്താണ്? സെയിം. നോക്കിയാൽ ഇവിടെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിനെ കോമൺ y എന്നെടുക്കാം അല്ലെ, കോമൺ ആയിട്ട് y എന്നെടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. നോക്കിയേ, y1 ഇസ് ഈക്വൽ ടു y2 ഇസ് ഈക്വൽ ടു y എന്നെടുക്കാം. ഇല്ല, എന്താണ്? y തന്നെയാണല്ലോ, മാറ്റമൊന്നുമില്ല. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയാം. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? മാറ്റമൊന്നും വരുന്നില്ല. y1 ഈക്വൽ ടു y2 ഈക്വൽ ടു y ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് അല്ലെ, എല്ലാം ഈക്വൽ ആണ്. അപ്പൊ നോക്കി, ഇംപ്ലൈസ് എന്ത് പറയാം? ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് വൺ അല്ലെ, എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു, എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ അല്ലേ? ഫംഗ്ഷൻ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, സെറ്റ്. ഇനി അടുത്തൊരു തിയറം. ഈ തിയറം എന്ത് തന്നെയാണ്? നമ്മുടെ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ഫംഗ്ഷൻ എന്ത് ചെയ്യാം? വേറെ രീതിയിൽ നമുക്കൊന്ന് പറയാം. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്ത്, ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞ് ഇനി നമുക്ക് വേറെ രീതിയിൽ എന്ത് ചെയ്യാം? ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ പറയാൻ വേണ്ടി പറ്റും. നമുക്ക് നോക്കാം. അപ്പൊ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു തിയറം നോക്കാം. തിയറം എന്താ പറയുന്നത്? ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ. ഓക്കെ, എഫ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ. ഇനി കുഴപ്പമൊന്നുമില്ലല്ലോ, എഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് കണ്ടിന്യൂസ്. ഓക്കെ, ദാറ്റ് ഈസ് കണ്ടിന്യൂസ് ഓൺ എ ക്ലോസ്ഡ് ഇന്റർവെൽ എ കോമ ബി. ഓക്കെ, അപ്പം ക്ലോസ്ഡ് ഇന്റർവെൽ എ കോമ ബിയിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഓക്കെ അല്ലെ? എന്താണ് കണ്ടിന്യൂസ് എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം, വിഷയമൊന്നുമില്ല. അപ്പം ക്ലോസ്ഡ് ഇന്റർവെൽ എ കോമ ബിയിൽ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഡിഫറൻഷ്യബിൾ ഓൺ ദി ഓപ്പൺ ഇന്റർവെൽ എ കോമ ബി. ഓപ്പൺ ഇന്റർവെൽ എ കോമ ബിയിൽ ഡിഫറൻഷ്യബിളും കൂടിയാന്ന് ഇവിടെ നമ്മൾ പറയുന്നുണ്ട് അല്ലെ. ക്ലോസ്ഡ് ഇന്റർവെൽ എ കോമ ബിയിൽ നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. കൂടെ എന്താണ്? ഓപ്പൺ ഇന്റർവെൽ എ കോമ ബിയിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിളും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് കണ്ടിന്യൂസ്, എന്താണ് ഡിഫറൻഷ്യബിൾ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. കണ്ടിന്യൂസ്, ഫസ്റ്റ് നമുക്ക് കണ്ടിന്യൂസ് നോക്കാം. കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പോ എന്താണ് കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഒരു ഗ്രാഫ് ഞാൻ വരച്ച് കാണിച്ചു തരാം. നോക്കിയേ, കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മൾ പെന്നെടുക്കാതെ, ഓക്കെ, പെന്നെടുക്കാതെ ഒറ്റ സ്ട്രെച്ചിൽ വരക്കാൻ പറ്റുന്ന ഫംഗ്ഷനാണ് നമ്മൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. കണ്ടിന്യൂസ്, ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് വരക്കാൻ വേണ്ടി പറ്റണം. പെന്ന് അവിടെ ലിഫ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? ഒരെണ്ണം ഇവിടെ വരച്ച് കാണിക്കാം. നോക്കിയേ, ഓക്കെ, ഇതെന്താ? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഞാൻ എന്താണ്? പെൻ ലിഫ്റ്റ് ചെയ്യാതെ ഒറ്റ സ്ട്രെച്ചിലാണ് ഞാൻ വരച്ചത്. ഇത് നമുക്കറിയാം എന്താണ്? ഈ എക്സ് സ്ക്വയർ ആണ്. ഈ ഫംഗ്ഷൻ എന്താണ്? എക്സ് സ്ക്വയർ ആണ് അല്ലെ, എക്സ് സ്ക്വയർ ആണ് ഈ ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് കണ്ടിന്യൂസ് ആണ്. ഇനിയിപ്പം നമുക്ക് എങ്ങനെ വരച്ചാലും പ്രശ്നമൊന്നുമില്ല. നോക്കി, ഇപ്പൊ വേറെ ഞാൻ വരക്കാം. നോക്കിയേ, ഇതെന്താണ്? കണ്ടിന്യൂസ് ആണ്. ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ വരച്ച ഫംഗ്ഷൻ ആണ്. അടുത്തത് ഓക്കെ, ഇതും എന്താണ്? കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈ ഒരു കേസാണ് നമ്മുടെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് വരക്കാൻ പറ്റുന്ന ഫംഗ്ഷൻ അല്ലെ. ആ ഒരു ഗ്രാഫ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുക എന്താണ്? ഒറ്റ സ്ട്രെച്ചിൽ വരച്ചതാണെങ്കിൽ അതാണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് ഇത് അറിഞ്ഞിരിക്കുക. ഇനി അടുത്തത് ഡിഫറൻഷ്യബിൾ നോക്കാം അല്ലെ. ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ. ഡിഫറൻഷ്യബിൾ, ഓക്കെ, ഡിഫറൻഷ്യബിൾ എന്ന് പറഞ്ഞാൽ ആ ഗ്രാഫില് ഷാർപ്പ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. എന്ന് വെച്ചാൽ എന്താണ്? അതൊരു സ്മൂത്ത് ആയിരിക്കണം. ആ ഗ്രാഫ് നോക്കിയാൽ എന്താണ്? അതൊരു സ്മൂത്ത് ഗ്രാഫ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാം. അപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ വരക്കുവാണെങ്കിൽ ഇതെന്താണ്?
ഇത് മോഡ് എക്സ് ആണ് അല്ലേ, ഇത് മോഡ് എക്സിന്റെ ഗ്രാഫാണ്. ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്, ഇതെന്താണ് മോഡ് എക്സിന്റെ ഗ്രാഫാണ്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, നോക്കിയേ ഷാർപ്പ് പോയിന്റ് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ ഷാർപ്പ് എഡ്ജ് കണ്ടത്, ഇതെന്താണ് ഷാർപ്പ് എഡ്ജ് വരുന്നുണ്ട്. അപ്പൊ ഇതെന്താണ് ഡിഫറൻഷ്യബിൾ അല്ല. എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. എഫ് എന്താണ് ഡിഫറൻഷ്യബിൾ അല്ല, കാരണം എന്താ അവിടെ ഷാർപ്പ് എഡ്ജ് വരുന്നുണ്ട്. ഇനിയിപ്പം നമ്മുടെ എക്സ് സ്ക്വയർ നോക്കിയേ അല്ലേ, ഇതെന്താണ് ഇവിടെ എന്താണ് ഷാർപ്പ് എഡ്ജ് ഒന്നും വരുന്നില്ലല്ലോ, സ്മൂത്ത് ആണ് നമ്മുടെ ഗ്രാഫ്, എന്താണ് സ്മൂത്ത് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, എഫ് ഈസ്, ഇതെന്താണ് ഇവിടെ എഫ് ഈസ് ഡിഫറൻഷ്യബിൾ. ഇവിടെ ഫംഗ്ഷൻ എന്താണ് ഡിഫറൻഷ്യബിൾ ആണ്. ക്ലിയർ അല്ലേ, ഫംഗ്ഷൻ എന്താണ് ഡിഫറൻഷ്യബിൾ ആണ്. ഇനി ഒരു കേസും കൂടെ വരുന്നുണ്ട് നോക്കിയേ, ഇവിടെ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ, ഇവിടെ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തോന്നും ഇവിടെ എന്താണ് ഷാർപ്പ് എഡ്ജ് ഒന്നും വരുന്നില്ലല്ലോ, സ്മൂത്ത് ആണല്ലോ, അപ്പൊ ഇത് ഡിഫറൻഷ്യബിൾ അല്ലേ എന്ന് നമുക്ക് തോന്നാം. പക്ഷെ ഇത് ഡിഫറൻഷ്യബിൾ അല്ല. കാരണം ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ, അതാദ്യം നോക്കാം. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ, അല്ല. കാരണം എന്താ, ഇത് നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ വരക്കാൻ വേണ്ടി പറ്റില്ല. നോക്കിയേ ഇവിടെ നമ്മൾ വരച്ച് അത് കഴിഞ്ഞ് പെൻ ലിഫ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ എന്താണ് ഇവിടെ വരക്കുന്നത് അല്ലേ. അപ്പൊ നമുക്കിവിടെ ഒറ്റ സ്ട്രെച്ചിൽ ഈ ഗ്രാഫ് വരക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പൊ ഇതെന്താണ് എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. ഇവിടെ ഫംഗ്ഷൻ എന്താണ് കണ്ടിന്യൂസ് അല്ല. ഫംഗ്ഷൻ എന്താണ് കണ്ടിന്യൂസ് അല്ല. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലെങ്കിൽ അതെന്താണ് ഡിഫറൻഷ്യബിൾ അല്ല. അപ്പൊ നമുക്ക് എന്താ പറയാം, therefore എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. ഫംഗ്ഷൻ എന്താണ് ഡിഫറൻഷ്യബിൾ അല്ല. ക്ലിയർ അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എങ്ങനെ മനസ്സിലാക്കാന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ ഒന്നുകൂടെ പറയാം, കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പെന്നി ലിഫ്റ്റ് ചെയ്യാതെ ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് വരക്കാൻ വേണ്ടി പറ്റണം അല്ലേ. അങ്ങനെയുള്ള ഫംഗ്ഷൻ ആണ് നമ്മുടെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. കണ്ടാ നമ്മളിവിടെ ഒറ്റ സ്ട്രെച്ചിൽ വരച്ച് അല്ലെ, ഇവിടെ ഒറ്റ സ്ട്രെച്ചിൽ അങ്ങനെ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ വരക്കാൻ പറ്റുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ അല്ല, നമുക്ക് ഗ്രാഫ് നോക്കുമ്പോൾ മനസ്സിലാകും അതാണ് കണ്ടിന്യൂസ് ആണ്. നോൺ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, അപ്പം നേരെ ഓപ്പോസിറ്റ്, നമുക്ക് എന്താണ് ഒറ്റ സ്ട്രെച്ചിൽ വരക്കാൻ വേണ്ടി പറ്റില്ല. അതാണ് ഞാൻ ഇവിടെ കാണിച്ചത്. എന്താണ് കണ്ട, ഇവിടെ നമ്മൾ വരച്ച് പെൻ ലിഫ്റ്റ് ചെയ്ത് ഇവിടെ വരച്ച്, അപ്പൊ എന്താണ് കണ്ടിന്യൂസ് അല്ല. ഓക്കെ, ഇനി ഡിഫറൻഷ്യബിളിന്റെ പോയിന്റ്. ഡിഫറൻഷ്യബിളിന് ഞാൻ പോയിന്റ് പറഞ്ഞ്, ഗ്രാഫ് സ്മൂത്ത് ആണെങ്കിൽ ഫംഗ്ഷൻ എന്താണ് ഡിഫറൻഷ്യബിൾ ആണ്. ഇനി ഗ്രാഫിൽ എന്താണ് ഷാർപ്പ് എഡ്ജ് വരുന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ എന്താണ് ഡിഫറൻഷ്യബിൾ അല്ല. ഇവിടെ നമ്മൾ നോക്കി എന്താണ് കണ്ട, ഇവിടെ ഷാർപ്പ് എഡ്ജ് വരുന്നുണ്ട്, ഡിഫറൻഷ്യബിൾ അല്ല. ഇവിടെ എന്താണ് ഗ്രാഫ് സ്മൂത്ത് ആണ്, അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. ഈ ഒരു പോയിന്റും കൂടെ ഉണ്ട്, എന്താണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലെങ്കിൽ എന്താണ് നോട്ട് ഡിഫറൻഷ്യബിൾ ആണ്. ഇവിടെ ഫംഗ്ഷൻ എന്താണ് കണ്ടിന്യൂസ് അല്ല, അപ്പൊ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. ഓക്കെ അല്ലേ. അപ്പൊ ഈ പോയിന്റുകൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സെറ്റ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ തിയറമാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. നമ്മുടെ തിയറമാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ജസ്റ്റ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്താണ്, ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എന്താണെന്ന് നോക്കിയതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ഞാൻ ഒരു പോയിന്റ് കൂടെ എഴുതി തരാവേ. ഇഫ് എ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ. ഓക്കെ, ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ, ഇഫ് എ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ then it is കണ്ടിന്യൂസ്. ഫംഗ്ഷൻ എന്താണ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണ് കണ്ടിന്യൂസ് ആണ്. അത് തന്നെയാണ് ഞാൻ എഴുതിയത്. നോക്കിയേ, എഫ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ. ഓക്കെ, അല്ല, ഇവിടെ എന്താണ് എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. ഫംഗ്ഷൻ എന്താണ് കണ്ടിന്യൂസ് അല്ല, അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എന്താണ് ഡിഫറൻഷ്യബിൾ അല്ല. ഇനി അത് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇഫ് എ ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ. ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഫംഗ്ഷൻ എന്താണ് കണ്ടിന്യൂസ് ആണ്. അപ്പൊ എന്ത് ചെയ്യുക, കറക്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഐഡിയ ഉണ്ടാക്കി എടുക്കുക. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ പറഞ്ഞത് നമ്മളെന്താണ് തിയറമാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതിൽ നിന്ന് നമ്മൾ എന്താണെന്നാണ് ഇവിടെ പറഞ്ഞു തന്നത്. ഇനി നമുക്ക് നമ്മുടെ തിയറം ബാക്കി നോക്കാം. നോക്കിയേ,
f dash of x greater than 0. F dash of x greater than 0 for every value of x in open interval a comma b, then f is increasing on closed interval a comma b. ഓക്കെ, എന്താണ് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് പറയാം. ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് മനസ്സിലാക്കി എടുക്കുക കേട്ടോ. വായിച്ചാൽ തന്നെ കിട്ടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ സിംപിളി ഇത്രയും നമുക്ക് ഇവിടെ പറയാൻ നോക്കിയേ. എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, എഫ് ഇൻക്രീസിങ് ആണ്. ഓക്കെ ആണല്ലോ. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണല്ലോ അല്ലെ. എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സിനെയാണ് നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അറിയാവുന്ന കാര്യമാണല്ലോ. ഓക്കെ, ഇവിടെ നോക്കിയേ, എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ഫോർ എവരി വാല്യൂ ഓഫ് എക്സ് ഇൻ ഓപ്പൺ ഇന്റർവെൽ എ കോമ ബി, ദെൻ എഫ് ഈസ് ഡിക്രീസിങ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ കോമ ബി. എന്താണ് എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, എഫ് ഈസ് ഡിക്രീസിങ്, ഫംഗ്ഷൻ എന്താണ്, ഡിക്രീസിങ് ആണ്. ക്ലിയർ ആണല്ലോ. അടുത്തത് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ എവരി വാല്യൂ ഓഫ് എക്സ് ഇൻ ഓപ്പൺ ഇന്റർവെൽ എ കോമ ബി, ദെൻ എഫ് ഈസ് കോൺസ്റ്റന്റ് ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ എ കോമ ബി. സിമ്പിൾ എന്താണ്, എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഫംഗ്ഷൻ എന്താണ്, എഫ് ഈസ് കോൺസ്റ്റന്റ്, ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് ഞാൻ പറയാം. എഫ് ഓഫ് എക്സ് ഇൻക്രീസിങ് ആകുന്ന ഇന്റർവെലും കണ്ടുപിടിക്കണം, ഡിക്രീസിങ് ആകുന്ന ഇന്റർവെലും കണ്ടുപിടിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഫംഗ്ഷൻ ഇൻക്രീസിങ് ആകുന്ന ഇന്റർവെലും ഡിക്രീസിങ് ആകുന്ന ഇന്റർവെലും കണ്ടുപിടിക്കണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇൻക്രീസിങ് ആകുന്ന ഇന്റർവെല് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കിയേ, എഫ് ഓഫ് എക്സ് നോക്കിയേ, എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 3. ഇതാണ് ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആകുന്ന ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, എപ്പോഴാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആകുന്നത്? നമുക്കറിയാം, എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോഴാണ് നമ്മുടെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആകുന്നത്. എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. ഓക്കെ, മൈനസ് 4xന്റെ ഡെറിവേറ്റീവ് 4, അല്ലെങ്കിൽ മൈനസ് 4xന്റെ ഡെറിവേറ്റീവ് എന്താണ്, -4 ആണ്. അങ്ങനെയും പറയണം. ഓക്കെ, അറിയാവുന്നതാണല്ലോ. ഇനി നമുക്ക് 2x മൈനസ് 4 ഗ്രേറ്റർ ദാൻ 0 അല്ലെ. എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ്, ഗ്രേറ്റർ ദാൻ 0. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർവെൽ കിട്ടും. അപ്പൊ ഇവിടെ എന്ത് വരും, 2x ഗ്രേറ്റർ ദാൻ 4, എക്സ് ഗ്രേറ്റർ ദാൻ 2. എക്സ് എന്താണ്, ഗ്രേറ്റർ ദാൻ 2 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 2, 2-നേക്കാൾ വലുത് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്റർവെൽ എന്ത് വരും, 2 ഇവിടെ ഇൻക്ലൂഡഡ് അല്ല, ഗ്രേറ്റർ ദാൻ 2 എന്നാണ്. ഇവിടെ ഈക്വൽ ടു സൈൻ ഇല്ല. അപ്പം ഇവിടെ ഈ ബ്രാക്കറ്റ് വരും അല്ലെ, ഇങ്ങനെ വരും. എന്നിട്ട് 2, ഇൻഫിനിറ്റി. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം, എഫ് ഇൻക്രീസിങ് ഓൺ, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആകുന്ന ഇന്റർവെൽ എന്താണ്, 2, ഇൻഫിനിറ്റി. 2 എന്താണ്, നോട്ട് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ അല്ലേ. ഇങ്ങനെയാണ് ഇന്റർവെൽ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അടുത്ത നമുക്ക് ഡിക്രീസിങ് ആകുന്ന ഇന്റർവെൽ കണ്ടുപിടിക്കാൻ നോക്കിയേ. അപ്പൊ അതിന്റെ കണ്ടീഷൻ എന്താണ്, എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0. ഓക്കെ ആണല്ലോ. എന്ന് വെച്ചാൽ എന്ത് വരും, 2x മൈനസ് 4 ലെസ് ദാൻ 0. 2x ലെസ് ദാൻ 4, എക്സ് ലെസ് ദാൻ 2, എക്സ് ലെസ് ദാൻ 2.
അപ്പോൾ ഇന്റർവെൽ എന്ത് വരും ഇവിടെ? x<2 എന്ന് പറയുമ്പോൾ -∞ മുതൽ 2 വരെ. 2 എന്താണ്? നോട്ട് ഇൻക്ലൂഡഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എഫ് ഡിക്രീസിങ് ഓൺ ഫംഗ്ഷൻ ഡിക്രീസിങ് ഓൺ -∞ ടു 2. 2 എന്താണ്? നോട്ട് ഇൻക്ലൂഡഡ് ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ ചെയ്യാലോ. നോക്കിയേ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഫസ്റ്റ് നമുക്ക് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 3x². 3x². ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇൻക്രീസിങ് ആകുന്ന ഇന്റർവെൽ കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുക്കണം. അപ്പോൾ എന്ത് വരും? 3x² ഗ്രേറ്റർ ദാൻ 0, x² ഗ്രേറ്റർ ദാൻ 0, x ഗ്രേറ്റർ ദാൻ 0 എന്ന് വരും അല്ലെ? x ഗ്രേറ്റർ ദാൻ 0. അപ്പൊ ഇന്റർവെൽ എന്ത് വരടാ? x ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ ഓപ്പൺ ഇന്റർവെൽ 0,∞ അല്ലെ? ഈ ഇന്റർവെല്ലിലാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആകുന്നത്. ഫംഗ്ഷൻ ഇൻക്രീസിങ് ഓൺ ഓപ്പൺ ഇന്റർവെൽ 0,∞. ഓക്കെ, അടുത്ത ഡിക്രീസിങ് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ലെസ് ദാൻ 0, 3x² ലെസ് ദാൻ 0, x² ലെസ് ദാൻ 0 ആൻഡ് x ലെസ് ദാൻ 0. x ലെസ് ദാൻ 0. അപ്പൊ നമുക്ക് എന്ത് പറയാം? എഫ് ഡിക്രീസിങ് ഓൺ -∞ ടു 0 അല്ലെ? 0 എന്താണ്? നോട്ട് ഇൻക്ലൂഡഡ്. ഓക്കെ ആണല്ലോ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ഫംഗ്ഷൻ നോക്കിയേ. 3x⁴ പ്ലസ് 4x³ മൈനസ് 12x² പ്ലസ് 2 അല്ലെ? കുറച്ച് വലുതാണ്. അപ്പൊ സെയിം മെത്തേഡ് തന്നെയാണ് നമുക്ക് നോക്കാം. ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ്, ഫസ്റ്റ് നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് 3x⁴ ഡെറിവേറ്റീവ് എന്താണ്? എങ്ങനെ കണ്ടുപിടിക്കും? 3 ഇൻറ്റു ഈ 4 ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇൻറ്റു x⁴ അല്ലെ? ഈ 4 -1 ചെയ്യണം. അപ്പൊ 3 എന്ന് വരും. ഓക്കെ ആണല്ലോ. പ്ലസ് 4 ഈ 3 ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഇൻറ്റു 3 ഇൻറ്റു x⁴ ഈ 3 -1 2. അതുപോലെ തന്നെ മൈനസ് 12 ഇൻറ്റു അല്ലെ? ഈ 2 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം ഇൻറ്റു x⁴ 2 -1 അല്ലെ? ഈ 2 -1 ചെയ്യുമ്പോൾ 1 എന്ന് വരും. നമുക്ക് എഴുതണ്ട. പ്ലസ് 2ന്റെ ഡെറിവേറ്റീവ്, 2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് 0. അപ്പൊ ഒന്നുകൂടെ എഴുതുവാണെങ്കിൽ 12x³ പ്ലസ് 12x² മൈനസ് 24x. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് 12 കോമൺ എടുക്കാം. അപ്പൊ എന്ത് വരും? 12x കോമൺ എടുക്കാം. 12x ഇൻറ്റു ഇവിടെ ബാക്കി എന്ത് വരും? x² പ്ലസ് x മൈനസ് 12 അല്ലെ? x മൈനസ് 2. ഓക്കെ, x മൈനസ് 2 ആണല്ലോ. ഇങ്ങനെ വരുമല്ലോ. ഇനി നമുക്ക് ഈ x² പ്ലസ് x മൈനസ് 2നെ ഫാക്ടേഴ്സ് ആക്കി എഴുതാം. അപ്പൊ അതെങ്ങനെ എഴുതും? x² പ്ലസ് x മൈനസ് 2. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 1 ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ a പ്ലസ് b ഈക്വൽ ടു 1 കിട്ടണം. രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള 1 കിട്ടണം. കൂടെ ഈ രണ്ട് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ആയിട്ട് കിടക്കുന്ന ടേം ഇവിടെ എന്താണ്? -2 ആണ്. ഇതും കിട്ടണം. ഓക്കെ, രണ്ട് നമ്പറിനെ ആഡ് ചെയ്യുമ്പോൾ 1ഉം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2ഉം കിട്ടണം. അങ്ങനെയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? രണ്ട് നമ്പർ ആഡ് ചെയ്യുമ്പോൾ 1 അല്ലെ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2. രണ്ട് നമ്പേഴ്സ് വരുന്നത് 2ഉം -1ഉം. നോക്കിയേ, 2 പ്ലസ് -1 എന്ന് പറയുന്നത് 1 ആണ്. 2 ഇൻറ്റു -1 എന്ന് പറയുന്നത് -2. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇവിടെ 2 ആണല്ലോ. അപ്പോൾ x പ്ലസ് 2 ഇൻറ്റു ഇവിടെ -1, അപ്പോൾ x -1. കണ്ട, ഇതിനെ നമുക്ക് x പ്ലസ് 2 ഇൻറ്റു x -1 എന്ന് എഴുതാം. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇവിടെ എഫ് ഡാഷ് ഓഫ് എക്സ് എന്താണ് വരുന്നത്? എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 12x ഇൻറ്റു എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1. ഓക്കെ അല്ലേ? ഫുള്ള് നമുക്ക് എന്ത് കിട്ടി? എക്സിൻ്റെ ടേം ആക്കി കിട്ടി. ഇനി നമുക്കിവിടെ വേവി കർവ് മെത്തേഡ് അപ്ലൈ ചെയ്യാം. എന്താണ് വേവി കർവ് മെത്തേഡ്? വേവി കർവ് മെത്തേഡ് നമുക്കിവിടെ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കിത് ചെയ്യാം. ഓക്കെ, സിമ്പിൾ ഇത്രയേ ഉള്ളൂ. നോക്കിയേ, ഒരു ലൈൻ വരച്ച്. ഇനി ഇവിടെ ഈ എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആകുന്ന പോയിന്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ എക്സിന് 0 എടുത്താൽ ഇത് മൊത്തത്തിൽ 0 ആകുമല്ലോ. അപ്പോൾ നമുക്കിവിടെ 0 എന്നിടാം. അടുത്ത നമ്മളിവിടെ എക്സിന് -2 എടുത്താൽ ഇത് മൊത്തത്തിൽ 0 ആകും. അപ്പോൾ -2 എന്ന് പറയുമ്പോൾ ഏകദേശം ഇവിടെ വരും അല്ലേ? ഇവിടെ ഇടാം -2. ഓക്കെ, അടുത്ത നമുക്കിവിടെ 1 കൊടുത്താൽ മൊത്തത്തിൽ 0 ആകും. അപ്പോൾ 1 ഇവിടെ വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് എവിടേക്കാണ് ഫംഗ്ഷൻ ഇൻക്രീസിങ് ആകുന്നത് ഡിക്രീസിങ് ആകുന്നതാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ -2, ഇപ്പം -2ൻ്റെ ഇപ്പുറത്തേക്കുള്ള ഒരു പോയിന്റ് ഞാൻ എടുക്കാം, അല്ലെങ്കിൽ ഒരു നമ്പർ എടുക്കാം. -2ന് ഇങ്ങോട്ടേക്ക് വരുന്നൊരു നമ്പർ ഞാൻ -3 എടുത്ത്. ഓക്കെ, -3 എടുത്ത് എന്നിട്ട് ഞാൻ എവിടെയാണ് കൊടുക്കേണ്ടത്? നമ്മുടെ എഫ് ഡാഷ് ഓഫ് എക്സിൽ കൊടുക്കണം. എഫ് ഡാഷ് ഓഫ് എക്സിൽ കൊടുക്കുമ്പോഴത്തേക്ക് ഇവിടെ എക്സിന് നമ്മൾ -3 കൊടുത്താൽ 12 ഇൻറ്റു -3 എന്ന് പറയാം അല്ലേ? അതെന്താണ്? മൈനസ് വാല്യൂ ആയിരിക്കും വരുന്നത്. വാല്യൂ എന്താണല്ലോ ആയിക്കോട്ടെ. ഇപ്പോൾ 12 ഇൻറ്റു -3 എന്ന് പറയുന്നത് -36 ആണ് അല്ലേ? നമുക്കറിയാം. അത് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ സൈൻ മാത്രം ഒന്ന് നോക്കുക. അപ്പം ഇവിടെ എക്സിന് നമ്മൾ -3 കൊടുക്കുമ്പോൾ ഇതെന്ത് വരും? ഇത് മൈനസ് എന്ന് വരും. ഇൻറ്റു ഇവിടെ നമ്മൾ ഈ എക്സിന് -3 കൊടുക്കുമ്പോൾ -3 + 2 -1. അവിടെ എന്താണ്? നെഗറ്റീവ് സൈൻ ആണ്. ഇൻറ്റു ഇവിടെ നമ്മൾ മൈനസ് കൊടുത്താൽ അല്ലേ? -3 കൊടുക്കുമ്പം ഇവിടെ എന്ത് വരും? മൈനസ് സൈൻ തന്നെ വരും. ഓക്കെ, മൈനസും മൈനസും പ്ലസ് വരും. പ്ലസ് ഇൻറ്റു മൈനസ് എന്ത് വരും? മൈനസ്. ഫൈനൽ എന്ത് കിട്ടും? മൈനസ് എന്ന് വരും. അതിൻ്റെ അർത്ഥം ഇവിടെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ് അല്ലെ? -2ന് പുറകിലോട്ട് എന്താണ്? ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. ഓക്കെ ആണല്ലോ? ഇവിടെ ഡിക്രീസിങ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ഇൻക്രീസിങ് ആയിരിക്കും, അടുത്തത് ഡിക്രീസിങ്, അടുത്തത് ഇൻക്രീസിങ് അല്ലെ? ഒരു സ്ഥലത്ത് ഡിക്രീസിങ് ആണെങ്കിൽ തൊട്ടിപ്പുറത്ത് ഇൻക്രീസിങ്, തൊട്ടിപ്പുറത്ത് ഡിക്രീസിങ്, വീണ്ടും ഇൻക്രീസിങ്, അങ്ങനെ പൊക്കോണ്ടിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. -2നും 0നും ഇടയിലുള്ള നമുക്കൊരു പോയിന്റ് എടുക്കാം, -1 എടുക്കാം. എന്നിട്ട് നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ 12 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ എന്താണ്? നെഗറ്റീവ് വാല്യൂ തന്നെ. ഞാൻ -1 എടുക്കുവാണ്. ഇവിടെ നമ്മൾ മൈനസ് എന്ന് വരും. ഇൻറ്റു ഇവിടെ -1 കൊടുത്താൽ -1 + 2 എന്ന് പറയുമ്പോൾ 1, അതാണ് പോസിറ്റീവ് ആണ്. ഇൻറ്റു ഇവിടെ നമ്മൾ -1 കൊടുക്കുമ്പം എന്ത് വരും? ഇത് -2 എന്ന് പറയും, അത് നെഗറ്റീവ് സൈൻ ആണ്. അപ്പോൾ ടോട്ടലി ഫൈനലി എന്ത് വരും? നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്, പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് പോസിറ്റീവ്. കണ്ടോ? നമുക്ക് പ്ലസ് സൈൻ ആണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ എന്താണ്? ഫംഗ്ഷൻ ഇൻക്രീസിങ്. ഓക്കെ, ഇനി ഇത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഇവിടെ 2, ഇവിടുത്തെ ഞാൻ പറഞ്ഞുതരാം. 1ന് ശേഷം ഞാനൊരു പോയിന്റ് 2 എന്നെടുത്ത്. അപ്പോൾ ഞാനിവിടെ 2 എടുക്കുമ്പോൾ ഇത് ഓൾറെഡി പോസിറ്റീവ് ആണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് എന്താണ്? പ്ലസ് ഇൻറ്റു, ഇനി ഇവിടെ എന്താണ്? നമ്മൾ 2 എടുത്താൽ ഇതും എന്ത് വരും? പോസിറ്റീവ് എന്ന് വരും. പ്ലസ് ഇൻറ്റു ഇവിടെ നമ്മൾ 2 എടുത്താൽ 2 - 1 1 എന്താണ്? പോസിറ്റീവ് ആണ് അല്ലേ? അപ്പം ഇവിടെ 3 പ്ലസ് ആണ്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫൈനലി നമുക്ക് പ്ലസ് എന്ന് കിട്ടും. കണ്ടോ? ഫംഗ്ഷൻ ഇവിടെ ഇൻക്രീസിങ് ആയിരിക്കും. ഓക്കെ അല്ലേ? ക്ലിയർ? ഇനി ഞാനിവിടെ ഒരു പോയിന്റ് ജസ്റ്റ് നമുക്ക് ഒന്ന് പറഞ്ഞു തരാം. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? -2 എന്ന് നമ്മൾ ഇട്ട്, 0 എന്നിട്ട്, 1 എന്നിട്ട് അല്ല? അതെങ്ങനെ ഇട്ടത്? നമ്മുടെ എഫ് ഡാഷ് ഓഫ് എക്സ് 0 ആകുന്ന പോയിന്റുകളാണ് നമ്മളിവിടെ എടുത്തത്. -2 കൊടുത്താൽ ഇത് മൊത്തത്തിൽ 0 ആകും, 0 കൊടുത്താൽ ഇത് മൊത്തം 0 ആകും, 1 കൊടുത്താലും മൊത്തം 0 ആയി പോകും. അപ്പം ഈ -2നെയും 0യും 1നെയൊക്കെ നമ്മൾ പറയുന്ന ഒരു പേരുണ്ടല്ലോ, എന്താണ്? -2 0 1. ഇതിന്റെ പേരെന്താണ്? ഇവന്മാരുടെ പേര് ക്രിട്ടിക്കൽ പോയിന്റ്സ്. ക്രിട്ടിക്കൽ പോയിന്റ്സ്. ഓക്കെ അല്ലേ? ക്രിട്ടിക്കൽ പോയിന്റ്സ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. സെറ്റ്. അപ്പൊ ഇനി നമുക്ക് ഇവന്മാരെ ഇന്റർവെൽ ആക്കി എഴുതാം. നോക്കിയേ, സിമ്പിൾ ആണ്. നമുക്ക് എഴുതാം, ഇന്റർവെൽ ആക്കി എഴുതാം. എഫ് ഈസ് ഇൻക്രീസിങ് ഓൺ, ഫംഗ്ഷൻ ഇൻക്രീസിങ് ആകുന്ന ഇന്റർവെല്. നോക്കിയേ,
-2 to 0 എടുത്താൽ നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിങ് ആണ്. അപ്പം -2, 0. ഇവിടെ നമ്മൾ ഓപ്പൺ ഇന്റർവെൽ എന്നാണ് ഇടേണ്ടത്. ഓക്കെ ആണല്ലോ? ഓപ്പൺ ഇന്റർവെൽ എന്നാണ് നമ്മൾ ഇടേണ്ടത്. ക്ലിയർ അല്ലേ? കാരണം നമ്മൾ -2 കൊടുത്താൽ ഇത് മൊത്തത്തിൽ 0 ആയി പോകും. ഇവിടെ 0 എടുത്താൽ ഇത് മൊത്തത്തിൽ 0 ആയി പോകും. 0 വരാൻ പാടില്ല. നമുക്ക് ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആയിട്ട് നിൽക്കുന്നതാണ് വേണ്ടത്. അല്ലേ? നമുക്ക് പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനും കിട്ടുന്ന രീതിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പം അതിന് വേണ്ടി നമ്മളിവിടെ ഓപ്പൺ എന്നിടുക. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. കഴിഞ്ഞിട്ടില്ല? കണ്ടാ ഇവിടെ 1ന് ശേഷം അല്ലേ? 1 കഴിഞ്ഞു എന്താണ്? ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. അപ്പം നമ്മൾ എന്ത് എഴുതണം? യൂണിയൻ എന്ന് പറഞ്ഞ് എഴുതണം. യൂണിയൻ ഓപ്പൺ ഇന്റർവെൽ 1, കഴിഞ്ഞ് അങ്ങോട്ട് ഫംഗ്ഷൻ എന്താണ്? ഇൻക്രീസിങ് ആണ്. അപ്പോൾ 1,∞. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഓപ്പൺ ബ്രാക്കറ്റ് ആണ് നമ്മൾ ഇടേണ്ടത്. ക്ലോസ്ഡ് ഇടരുത് അല്ലെ? ക്ലോസ്ഡ് ഇടാൻ പാടില്ല. ക്ലോസ്ഡ് ഇട്ടാൽ എന്താണ്? നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്സും കൂടി ഇൻക്ലൂഡഡ് ആകും. ഇവിടെ ക്ലോസ്ഡ് വന്നു കഴിഞ്ഞാൽ -2 ഇൻക്ലൂഡഡ് ആണ്, അത് പാടില്ല അല്ലെ? ഇവിടെ ക്ലോസ്ഡ് വന്നാൽ 0 എന്താണ്? ഇൻക്ലൂഡഡ് ആണ്, പാടില്ല അല്ലെ? ഇവിടെ എന്താണ്? 1 ഇൻക്ലൂഡ് ആകാൻ പാടില്ല. കാരണം ക്രിട്ടിക്കൽ പോയിന്റ്സ് നമ്മുടെ ഇന്റർവെല്ലിൽ ഇൻക്ലൂഡ് ആകാൻ പാടില്ല. ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും കണ്ടുപിടിക്കുന്ന സമയത്ത് എന്താണ്? ക്രിട്ടിക്കൽ പോയിന്റ്സ് നമ്മുടെ ഇന്റർവെല്ലിൽ വരില്ല, നോട്ട് ഇൻക്ലൂഡഡ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്താണ്? ഓപ്പൺ ബ്രാക്കറ്റ് ഇടണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് ഇന്റർവെല്ലിൽ കിട്ടി. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് പറയാം? എഫ് ഈസ് ഡിക്രീസിങ് ഓൺ. ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ് ഇന്റർവെല്ലിൽ നോക്കിയേ. കണ്ടാ? -2ന് പുറകിലോട്ട് എന്താണ്? ഫംഗ്ഷൻ എന്താണ്? ഡിക്രീസിങ് ആണ്. അപ്പോൾ ഇന്റർവെൽ നമ്മൾ എങ്ങനെ എഴുതും? ഓപ്പൺ ഇന്റർവെൽ -∞ to -2 അല്ലേ? യൂണിയൻ നോക്കിയേ 0 to 1 അല്ലേ? ബിറ്റ്വീൻ 0 to 1 എന്താണ്? ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. അപ്പോൾ ഓപ്പൺ ഇന്റർവെൽ 0,1. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് എന്താണ്? ഈ ഒരു സംഭവം കൂടി അറിഞ്ഞിരിക്കണം. വേവ് കർവ് മെത്തേഡ്, ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്താണ്, അതുപയോഗിച്ച് നമ്മൾ എന്താണ് സൈൻ വെച്ചിട്ട് നമ്മൾ എങ്ങനെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ഡിക്രീസിങ് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഈ ഒരു മെത്തേഡും കൂടി എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം അല്ലെ? ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് നമുക്കിത് ചെയ്യാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ.